മൊസൈക്ക് ഇന്ത്യ. നമസ്കാരം. മൊസൈക്ക് ഇന്ത്യയുടെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗോഡ്സ് ഓൺ കൺട്രി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളം ഒട്ടനവധി ആരാധനാലയങ്ങളുടെ നാടുകൂടിയാണല്ലേ. നാഷണൽ ഹൈവേ 66-ൽ അങ്ങ് വടക്കേ മലബാറിൽ കാസർഗോഡിനടുത്ത് കുമ്പളയിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ ബദിയടുക്ക റൂട്ടിൽ ഉള്ളിലേക്ക് കയറിയാൽ അനന്തപുരം എന്ന കൊച്ചു ഗ്രാമത്തിലെത്താം. അവിടെയാണ് അതിപുരാതനവും പ്രസിദ്ധവുമായ അനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം. ഒരു ചെറിയ തടാകത്തിൻ്റെ മധ്യത്തിൽ പാറയുടെ പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം കേരളത്തിലെ ഒരേ ഒരു തടാക ക്ഷേത്രമായാണ് അറിയപ്പെടുന്നത്. ഇനി ഇതിനേക്കാളൊക്കെ കൗതുകകരവും വിചിത്രവുമാണ് ക്ഷേത്രത്തിലെ നൈവേദ്യപ്രസാദം മാത്രം ഭക്ഷിച്ച് ഈ തടാകത്തിൽ ജീവിക്കുന്ന ബബിയ എന്നൊരു മുതലയുടെ കഥ. തിരുവനന്തപുരത്തെ വിശ്വപ്രസിദ്ധമായ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനമായും കാസർകോട്ടെ ഈ ക്ഷേത്രം അറിയപ്പെടുന്നുണ്ട്. ഏതാണ്ട് 3500ഓളം വർഷം പഴക്കമുള്ള ചരിത്രമാണ് ഈ ക്ഷേത്രത്തിനുള്ളതെന്ന് ഇതിനോട് ബന്ധപ്പെട്ടവർ പറയുന്നു. വിഷ്ണു ഭക്തനായിരുന്ന വില്വമംഗലത്തു സ്വാമിയാർ ഇവിടെ വിഷ്ണു ഭഗവാനെ പൂജിച്ചിരുന്നുവെന്നും അദ്ദേഹത്തിന് സഹായിയായി ഉണ്ടായിരുന്നൊരു ബാലൻ കുറുമ്പ് കാട്ടിയപ്പോൾ സ്വാമിയാരുടെ ശകാരം കേട്ട് പിണങ്ങിയെന്നും അപ്പോൾ ഈ തടാകത്തിൻ്റെ ഒരറ്റത്ത് രൂപം കൊണ്ട ഒരു ഗുഹയിലൂടെ ആ ബാലൻ പുറത്തു കടന്നുവെന്നും ആ ഗുഹയ്ക്കുള്ളിലൂടെ ബാലനെ അന്വേഷിച്ചു പോയ വില്ലുമംഗലത്തു സ്വാമിയാർ അതിലൂടെ കടൽക്കരയിലെത്തി അവിടെ നിന്നും കുട്ടിയെ തിരഞ്ഞ് ഒടുവിൽ തിരുവനന്തപുരത്ത് അനന്തൻ കാട്ടിലെത്തി ബാലനെ കണ്ടെത്തിയെന്നും ആ ബാലൻ മറ്റാരുമായിരുന്നില്ല, ഭഗവാൻ വിഷ്ണു തന്നെയെന്ന് മനസ്സിലാക്കിയ വില്ലുമംഗലം സ്വാമി അവിടെ അനന്തശായിയായ വിഷ്ണുവിൻ്റെ രൂപത്തിൽ പ്രതിഷ്ഠ നടത്തിയതാണ് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമെന്നുമാണ് ഒരൈതിഹ്യം. അനന്തപുരം തടാകക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ആദിശേഷൻ അല്ലെങ്കിൽ അനന്തൻ്റെ മേൽ ഉപവിഷ്ടനായിരിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ്. 64 ഔഷധക്കൂട്ടുകൾ ഉൾപ്പെടെ 108 വസ്തുക്കൾ ഉപയോഗിച്ച് കടുശർക്കര യോഗത്തിലാണ് വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. മഹാവിഷ്ണു വിഗ്രഹത്തിന് ഇരുവശത്തുമായി ലക്ഷ്മി ദേവിയുടെയും ഭൂമി ദേവിയുടെയും വിഗ്രഹങ്ങളെ കൂടാതെ ആഞ്ജനേയൻ്റെയും വിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ്റെയും പ്രതിഷ്ഠകൾ ശ്രീകോവിലിനുള്ളിൽ നമുക്ക് കാണാം. മുഖമണ്ഡപത്തിലേക്ക് ഒരു ചെറിയ പാലം നിർമ്മിച്ചാണ് ഭക്തർക്ക് സോപാനത്തിലെത്തി ഇവിടെ ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടവരോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എന്താ? ഒരു റിട്ടയേർഡ് സ്കൂൾ ഹെഡ്മാസ്റ്റർ കൂടിയായ അനന്തപുരം ക്ഷേത്ര പുനരുദ്ധാരണ കമ്മിറ്റി സെക്രട്ടറി ശ്രീ മഹാലിംഗേശ്വര ഭട്ട് എന്നോടൊപ്പമുണ്ട്. ക്ഷേത്രത്തെപ്പറ്റി കൂടുതലായി അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ മഹാലിംഗേശ്വര ഭട്ടാണ്. മുമ്പേ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിയായിട്ടും ചെയർമാനായിട്ടും പണിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ജീർണോദ്ധാരണ കമ്മിറ്റീൻ്റെ ജനറൽ സെക്രട്ടറിയായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. ശ്രീ അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം അനന്തപുര എന്ന് പറയുന്നത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് തെക്കൻ ഇന്ത്യയിൽ വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ്. കാരണം ഇത് തടാകത്തിൻ്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു അമ്പലമാണ്. എന്നാൽ ഈ തടാകം മാനവനിർമ്മിതമല്ല, നാച്ചുറലായിട്ട് ഉണ്ടായ ഒരു തടാകമാണ്. അപ്പോൾ ഈ തടാകത്തിൻ്റെ നടുവിലുള്ള ക്ഷേത്രം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം. അനന്തപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമിയാണ്. തിരുവനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ഈ അനന്തപുര ക്ഷേത്രത്തിനും ഒരു ബന്ധമുണ്ട്. അനന്തപുരം തിരുവനന്തപുരത്തിൻ്റെ മൂലസ്ഥാനം എന്ന് അറിയപ്പെടുന്നു എന്നുള്ള ഒരു ഐതിഹ്യമുണ്ട്. സാർ, ഇതിന് എത്ര വർഷം പഴക്കമുണ്ടാവുമെന്നാണ്? ഇതിന് ഏകദേശം 3500 വർഷം പഴക്കമുണ്ടാവുമെന്ന് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ദ്വാപര യുഗത്തിൻ്റെ അന്ത്യത്തിൽ ഉണ്ടായ ക്ഷേത്രം എന്നും പിന്നെ ബില്വമംഗല മുനി ഇതിൻ്റെ സ്ഥാപകൻ എന്നും അറിയപ്പെടുന്നു. പിന്നെ പ്രത്യേകിച്ചിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശ്രീക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഉള്ള വിഗ്രഹം അത് പദ്മാസനത്തിൽ ഭൂദേവി ശ്രീദേവി അടക്കം ഉള്ള ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ഭൂലോകത്തിൻ്റെ വൈകുണ്ഠം എന്ന് അറിയപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഭഗവാൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ ആര് നിർവഹിച്ചു എന്നാണ്? ഇത് അഗസ്ത്യമുനിൻ്റെ കാലത്തിൽ നിന്ന് ഉണ്ടായി എന്ന് കൂടെ പറയുന്നുണ്ട്. ദ്വാപരയുഗത്തിൻ്റെ എൻഡിൽ. അതിനുശേഷം അഗസ്ത്യമുനിൻ്റെ ശിഷ്യൻ ബില്വമംഗല സ്വാമി
പൂജ നടത്തിക്കൊണ്ട് വന്നു എന്നുള്ള ഐതിഹ്യവും ഉണ്ട്. അപ്പോൾ ഇതിന് നിങ്ങൾ രേഖ ചോദിച്ചാൽ രേഖ നമ്മളടുത്ത് പറയാനില്ല, കേട്ടറിവേ നമുക്കുള്ളൂ. എന്നാൽ ഇവിടെയുള്ള ഭഗവാന്റെ വിഗ്രഹം എന്ന് പറയുന്നത് കടുശർക്കര വിഗ്രഹം. കടുശർക്കര വിഗ്രഹം എന്ന് പറഞ്ഞത് ഏകദേശം 65 ആയുർവേദ മരുന്നുകൾ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്. അപ്പോൾ ആ വിഗ്രഹത്തിന് ഒരു ലോഹം, മെറ്റലില്ല, സ്റ്റോണില്ല, കല്ലില്ല, വെറും ലേപനം കൊണ്ട് ഉണ്ടാക്കിയ ഏകദേശം 9-10 വർഷം ശ്രമത്തിലൂടെ ഉണ്ടായ ഒരു വിഗ്രഹമാണ്. അതുകൊണ്ട് കടുശർക്കര വിഗ്രഹം വേറെ ഇടത്തും എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. കേരളത്തിൻ്റെ ചില ക്ഷേത്രങ്ങളിൽ മാത്രം കടുശർക്കര വിഗ്രഹം നമുക്ക് കാണാം. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കുളത്തിലുള്ള മുതല, ബബിയ എന്ന് അറിയപ്പെടുന്ന മുതല 1947 മുതൽ ഇവിടെ നമുക്ക് അറിയാവുന്ന ബബയുണ്ട്. അതിനേക്കാളും മുമ്പേ ബബിയ ഉണ്ടായിരുന്നു, മുതലുണ്ടായിരുന്നു. 1947 ബ്രിട്ടീഷ് പട്ടാളക്കാരൻ വെടിവെച്ച് കൊന്നുവെന്നും അപ്പോൾ 1947 അന്ന് ചില ദിവസങ്ങളിൽ ഇവിടെ ഇനിയൊരു മുതല പ്രത്യക്ഷപ്പെട്ടു എന്നും ആ മുതലയ്ക്ക് ബബിയ എന്ന് അതേ പേര്. എങ്ങനെയാണ് ഈ ബബിയ എന്നൊരു പേര് വന്നത്? ബബിയ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ പേര് പോലെ തോന്നുന്നു. അതെ, ബബിയ എന്നുള്ള പേര് എങ്ങനെ വന്നു എന്നുള്ളതിന് നമ്മളടുത്ത് രേഖ ഒന്നുമില്ല, അറിയില്ല. പക്ഷേ പണ്ട് മുതലേ ഉള്ള മുതലക്ക് അതേ പേരുണ്ടായിരുന്നു. അപ്പോൾ 47 ഇവിടെ പ്രത്യക്ഷപ്പെട്ട മുതലക്ക് അന്ന് ഉള്ള ആൾക്കാർ ബബിയ എന്നേ പേര് വെച്ചു. ആ പേര് കൊണ്ട് തന്നെ ബബിയ. കന്നഡ പേരാണോ അത്? അല്ല 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 അല്ല. അപ്പോൾ ബബിയ എന്നുള്ളതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ അതൊരു ഡിവൈൻ ക്രൊക്കോഡൈലാണ്, ദൈവത്തിൻ്റെ ഒരു അംശം ആ മുതലൊക്കെ ഉണ്ട്. കാരണം നമുക്കറിയാം ഏറ്റവും ക്രൂരിയായ ഒരു മൃഗമാണ്, ആനിമലാണ് ഈ മുതല. പക്ഷേ ഈടെയുള്ള മുതല ആർക്കും ഒന്നും ചെയ്യാത്ത ഒരു വളരെ സാധുവായ മുതലാണ്. അതുകൊണ്ട് തന്നെ ഇവിടത്തേക്ക് വരുന്ന ജനങ്ങൾ ഭഗവാൻ അനന്തപത്മനാഭനെ എത്രമാത്രം ഭക്തിശ്രദ്ധയോടെ കാണുന്നു, അതേ ഭക്തിശ്രദ്ധയിൽ ഈ ബബിയനെയും കാണുന്നു. അപ്പോൾ 47 ഇവിടെ പ്രത്യക്ഷപ്പെട്ട ബബിയ 2022 വയോസഹജമായ എന്ന് പറഞ്ഞാൽ വാർദ്ധക്യം കൊണ്ട് മരിച്ചു. 2023 നവംബറിൽ ഇപ്പോൾ ഉള്ള മുതല പ്രത്യക്ഷപ്പെട്ടു. ഒരു വർഷം 33 ദിവസം കഴിഞ്ഞിട്ട്, ഒരു വർഷം 33 ദിവസം കഴിഞ്ഞിട്ട് ഈ ബബിയ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അത് ആദ്യം കണ്ടതെന്ന് പറഞ്ഞാൽ അത് ചില ഒരു 4-5 ഭക്തന്മാർ കാഞ്ഞങ്ങാട് സൈഡിൽ നിന്ന് വന്നു. അവർ അതിനെ ആദ്യം കണ്ട് ഫോട്ടോ എടുത്ത് ഞങ്ങളോട് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് അത് ആ വാർത്ത സ്ഥിരീകരിക്കാനും നമുക്ക് കഴിയില്ല, നിഷേധിക്കാനും കഴിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കാണാതെ ഞങ്ങൾ പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ 4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അവർ ഇവിടെ വന്നിട്ട് നോക്കുമ്പോൾ അവർക്ക് വീണ്ടും കണ്ടു. അപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു. നമ്മൾ വന്നിട്ട് കാണുമ്പോൾ നമുക്കും അത് കാണപ്പെട്ടു. അപ്പോൾ അതങ്ങനെ ഔദ്യോഗികമായി നമ്മളത് പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ അന്ന് വന്ന ബബിയ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അപ്പോൾ അത് ജനങ്ങളെ മനസ്സിൽ ഈ ബബിയ എന്നുള്ള പേര് സ്ഥായിയായി നിൽക്കുന്നത് കൊണ്ട് ഞങ്ങൾ അതിൻ്റെ ഇപ്പോൾ ഉള്ള മുതലിൻ്റെ പേര് മാറ്റാൻ പോയില്ല. അത് ബബിയായി തന്നെ ജനങ്ങളെ മനസ്സിൽ ഇരിക്കട്ടെ എന്നുള്ള ഒരു ധാരണയിൽ ഇപ്പോഴുള്ള മുതലക്ക് ബബിയ എന്ന് പേര് വെച്ചു. ഇനിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മുതലനെ ജനങ്ങൾ അത്രമാത്രം അനന്തപത്മനാഭ സ്വാമിയെ എത്രയും ഭക്തിശ്രദ്ധയിലേക്ക് ആരാധിക്കുന്നു, അതേ ഭാവത്തോടെ ഈ മുതലിനെയും കാണുന്നു. പിന്നെ ഈ ക്ഷേത്രം എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള അമ്പലമാണ്. ഇതിൻ്റെ ഭരണം മലബാർ ദേവസ്വം ബോർഡ് നിയമിക്കുന്ന ട്രസ്റ്റികളും മാനേജിംഗ് ട്രസ്റ്റിലാണ്. ക്ഷേത്രക്കുളത്തിനരികിൽ ഒരു ഗുഹാമുഖമുണ്ടെന്നും അത് കടൽ തീരത്തേക്കാണ് തുറക്കുന്നതെന്നുമാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ശരിയാണോ? ശരിയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു തിരുവനന്തപുര അനന്തപത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഈ ക്ഷേത്രമാണ്. അതിന് പൂരകമായിട്ട്, അതിന് സാക്ഷിയായിട്ട് ഈസ്റ്റ് സൗത്തിൻ്റെ മൂലക്ക് ഈശാന്യകോണിൽ ഒരു ഗുഹ ഉണ്ട്. ആ ഗുഹയിലാണ്
ഭഗവാൻ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോയതെന്നും ഇത് തുടക്കമാണെങ്കിൽ ഇതിൻ്റെ ഇനി ഒരു അറ്റം നമ്മളെ മൊഗരാലിൻ്റെ അടുത്തുള്ള നാങ്കി എന്ന് പറയുന്ന സ്ഥലത്ത് ഉണ്ടെന്നും അവിടുന്ന് കടൽ മാർഗത്തിലൂടെ ഭഗവാൻ തിരുവനന്തപുരം പോയി അനന്തകാട് എന്ന് പറയുന്ന തിരുവനന്തപുരം അനന്തപത്മനാഭ ക്ഷേത്രത്തിൻ്റെ തൊട്ട പിന്നിൽ അനന്തകാട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇതേപോലെ ഇതേ ഭംഗിയിൽ ഭഗവാനെ നമുക്ക് കാണാം. അപ്പോൾ അവിടെ നൈവേദ്യം മാങ്ങയാണ് നടത്തിയതെന്നും അതുകൊണ്ട് ഇപ്പോഴും തിരുവനന്തപുരത്ത് മാങ്ങ നൈവേദ്യം വേണമെന്നും അറിയപ്പെടുന്നു. എന്താ മാങ്ങയ്ക്കൊരു പ്രത്യേകത ഉണ്ടോ? അപ്പോൾ നൈവേദ്യത്തിന് ബില്വമംഗലം സ്വാമിക്ക് കിട്ടിയത് മാങ്ങ, അതുകൊണ്ട് മാങ്ങ അങ്ങനെയാണല്ലേ നൈവേദ്യം നടത്തി എന്നുള്ളതാണ് നമുക്ക് കേട്ടറിവുള്ളത്. ഏതായാലും ഈ ദൈവ മഹാത്മാ എന്ന് പറയുന്നത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നടക്കാറുണ്ട് ഇടയ്ക്ക് ഇവിടെ? ഇല്ല, ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇതിൻ്റെ ചുറ്റുമതിലുള്ളത്. ഇത് സർപ്പക്കെട്ട് എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക സ്ട്രക്ചറാണ്. സർപ്പക്കെട്ട് എന്ന് പറഞ്ഞാൽ ഈ മൂർഖം പാമ്പ് തല ഉയർത്തി നിർത്തിയാൽ എങ്ങനെയുണ്ടോ ആ രീതിയിലാണ് ഇതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ അതിൻ്റെ റിപ്പയർ ആവണമെങ്കിൽ നമുക്ക് ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പെർമിഷൻ വേണം. അത് നമ്മൾ ആ റിപ്പയർ ചെയ്യാനുള്ള സംവിധാനം നടത്തിക്കൊണ്ടുണ്ട്. ഈ ക്ഷേത്രക്കുളത്തിലെ മുതല വരുണൻ്റെ അവതാരമാണെന്നൊക്കെ ഒരു പറച്ചിൽ കേട്ടിട്ടുണ്ട്. ശരിയാണ്? അങ്ങനെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ല, അത് വരുണൻ്റെ അവതാരം എന്നല്ല, അത് ശാപം കിട്ടിയ ഗന്ധർവന്മാരുണ്ടല്ലോ, ശാപം കിട്ടിയ ഗന്ധർവന്മാർ ഇവിടെ വന്നിട്ട് മുതലൻ്റെ രൂപത്തിലാണ് ഉള്ളത് എന്നുള്ള വിശ്വാസമുണ്ട്. ഞങ്ങളതിന് ഒരു മാംസവും കൊടുക്കലില്ല, ഒന്നും കൊടുക്കലില്ല. ഞങ്ങൾ കൊടുക്കുന്നത് നൈവേദ്യം മാത്രമാണ്. അതുകൊണ്ട് സസ്യഹാരി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ മാംസം കോഴിയോ മാംസമോ അങ്ങനെ ഒന്നും നമ്മൾ കൊടുക്കാറില്ല. അതെവിടെയും പുറത്ത് പോകുന്നില്ല. കുളത്തിൽ മീനുകളുണ്ട്, മീനുകൾ ചിലപ്പോൾ ഭക്ഷിക്കുന്നു എന്ന് പറയാം. പക്ഷേ മീനുകളെന്ന് ഭക്ഷിക്കുന്നുണ്ടെങ്കിൽ കുളത്തിലുള്ള മീനുകൾ കംപ്ലീറ്റ് ആയിട്ട് തീരണ്ടേ? അതില്ല, മീനുകളെ സംഖ്യയിൽ ഒന്നും കുറവ് ഞങ്ങൾ കാണുന്നില്ല. അതുകൊണ്ട് ഞങ്ങളത് വെജിറ്റേറിയൻ ക്രൊക്കോഡൈൽ എന്ന് പറയുന്നത്, ഡിവൈൻ ക്രൊക്കോഡൈൽ പ്ലസ് വെജിറ്റേറിയൻ ക്രൊക്കോഡൈൽ, അങ്ങനെ ഒരു കെമിസ്ട്രിയാണ് ഞങ്ങൾ കാണുന്നത്. ഒരു മുതലയുടെ കാലം കഴിയുമ്പോൾ മറ്റൊരു മുതല ഈ തടാകത്തിൽ പ്രത്യക്ഷപ്പെടുന്നുവെന്നാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ പറയുന്നത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അന്നുണ്ടായിരുന്ന മുതലയെ വെടിവെച്ച് കൊന്നുവെന്നും പിന്നീട് മറ്റൊരു പുതിയ മുതല ഈ തടാകത്തിലെത്തിയെന്നുമാണ് ഇവർ പറയുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് സർപ്പദംശമേറ്റ് മരണപ്പെടുകയും ഉണ്ടായത്രേ. അനന്തപുരത്തെ ശ്രീ അനന്ത പത്മനാഭസ്വാമി ടെമ്പിളിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടു സൈനിങ് ഓഫ് ഫ്രം മൊസൈക്ക് ഇന്ത്യ. താങ്ക് യു. Mosaic India, a mirror to memorable musings. Macniloquent, optimistic, ഇനി മറ്റൊരു പുതിയ Successful. വീഡിയോയുമായി താമസിയാതെ തിരികെ. awesome, This is Radhakrishnan Kuttu, inspirational, signing off from and Mosaic. courageous. Thank you. Let's explore together.